എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ഫാൻസി കളക്ഷനുകൾ കാണാം. ഇന്ന് കൂടുതലും ക്ലിപ്പുകളാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ക്ലിപ്പ് കണ്ടോ, ഇത് ഒരു മരത്തിന്റെ ഒരു ബോളാണ് ഈ സെന്ററിൽ ഇരിക്കുന്നത്. പിന്നെ ഗോൾഡന്റെ ബീഡ്സുകൾ, പിന്നെ ഒരു പേള്, പിന്നെ ഈ ആദ്യരിക്കുന്നത് ക്രീം കളർ, പിന്നെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ്. അപ്പം ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. സാധാരണ അങ്ങനെ കാണുന്ന ഒരു ക്ലിപ്പല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അപ്പൊ ഇതിനൊക്കെ നല്ല കസ്റ്റമർ എൻക്വയറി അന്ന് ഉണ്ടായിരുന്നു ആ ക്ലിപ്പുകൾക്ക്. അതുകൊണ്ട് ഇപ്പൊ വീണ്ടും കുറച്ച് ക്ലിപ്പുകൾ അങ്ങനത്തെ കിട്ടിയപ്പോ ഞാൻ കാണിക്കാണ്. കണ്ടോ, ഇപ്പൊ ഇതുപോലത്തെ തന്നെ ക്ലിപ്പുകളാണ് ഇതിലിരിക്കുന്നത്. ഈ ക്ലിപ്പുകൾക്കൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ കേട്ടോ. ഇനി ഇതിൽ തന്നെ വേറെ ഒരു പാറ്റേണും കൂടി ഉണ്ട്, ഞാൻ തുറക്കട്ടെ. കണ്ടോ, ഇത് നോക്കാം. ഇത് മറ്റേത് സെന്ററിൽ മരത്തിന്റെ ഒരു ബോളായിരുന്നു, ഇത് മരത്തിന്റെ ബോളല്ല. ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെ. ഈ ക്ലിപ്പിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. അപ്പൊ ഇതില് ഇനി ഇതിന്റെ കളർ ചേഞ്ചുകളാണിതാ. കണ്ടോ, ആദ്യം കാണിച്ചതില് ഒരു അക്വ ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു, ഇതിലൊരു പെയിൽ ഓറഞ്ച് ഷെയ്ഡാണ്, ഇതില് ഒരു ക്രീം ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ എല്ലാ ക്ലിപ്പുകളുടെയും റേറ്റ് വരുന്നത് 200 രൂപ എന്ന് പറയുന്നത്. 2 എണ്ണം മരത്തിന്റെ ബോൾ അപ്പുറം ഇപ്പുറം, സെന്ററിൽ വേറൊരു ബീഡാണ് വെച്ചിരിക്കുന്നത്. ഇത് ബീഡല്ല, ഒരു മാർബിളിന്റെ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു പീസാണ് സെന്ററിൽ ഇരിക്കുന്നത്. അതിന്റെ തന്നെ വേറൊരു മഹാഗണി കളറൊക്കെയാണ് ഈ സെക്കൻഡ് വൺ. ആദ്യം കാണിച്ചത് ഒരു തേക്ക് വുഡിന്റെ ഒക്കെ ഒരു കളറാണ്, പിന്നത്തേത് ഒരു മഹാഗണി കളർ. പിന്നത്തേല് വരുമ്പോ സെന്ററിലാണ് ഇതുപോലെ ഒരു ഹെക്സഗണിന്റെ ഒക്കെ ഷേപ്പിൽ ആണ് ഈ ബോള്, മരത്തിന്റെ ബോളാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നത്തെ ഡിസൈൻ ഇതുപോലെയാണ്, പിന്നത്തേത് ഇങ്ങനെ. അപ്പൊ ഈ ക്ലിപ്പുകളുടെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 180 രൂപ. ക്ലിപ്പില് ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പുകളില് കുറച്ച് ഷെയ്ഡ് വ്യത്യാസമാണ്. ഇത് ഒരു നല്ലൊരു സ്കൈ അക്വാ ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ തന്നെ വേറൊരു കളറാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ള ക്ലിപ്പുകളൊക്കെ ഡിഫറെന്റ് പാറ്റേണിലുള്ള ക്ലിപ്പുകളാണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 180 രൂപ. നെക്സ്റ്റ് ക്ലിപ്പുകൾ ഇതുപോലെയാണ്. ഇത് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ഫുൾ മുടി കൊള്ളുന്ന ക്ലിപ്പുകളാണ് കേട്ടോ. ഞാനിപ്പോ ഈ കാണിച്ചതെല്ലാം ഫുൾ മുടി കൊള്ളുന്ന ക്ലിപ്പുകളാണ്. ഇതിൽ ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ബീഡാണ് അങ്ങേയറ്റത്ത്, പിന്നെ ഗോൾഡൻ ബീഡ്സ്, പിന്നെ ഒരു കല്ലാണ്, വീണ്ടും പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡ്സ്, പിന്നെ ഇതൊരു മാർബിളിന്റെ ഒക്കെ ഒരു പീസിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ക്ലിപ്പിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 180 തന്നെ. ഞാൻ ഒരെണ്ണം തുറന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നത്തെ ബോക്സുകളൊന്നും തുറക്കുന്നില്ല, പക്ഷെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിലിരിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിലൊരു ഡാർക്ക് ചോക്ലേറ്റ് കളറാണ് ഇതിലത്തെ ബീഡ്സ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോ ഒരു ഗോൾഡന്റെ ഷെയ്ഡാണ് ഇതിലത്തെ ബീഡ്സ്. പിന്നെ ഇത് വേറൊരു പാറ്റേൺ, ഇത് വേറൊരു പാറ്റേൺ, ഇതില് വേറൊരു മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിലാണ് ആ ക്ലിപ്പ് വന്നിരിക്കുന്നത്. ഇതില് ഈ ക്ലിപ്പുകളും ഓരോന്നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 180 രൂപ. 2 ക്ലിപ്പ് ഇതുപോലെയാണ്. ഇതില് ഈ അറ്റത്ത് വന്നിരിക്കുന്ന ബീഡിന് മാത്രമാണ് കളർ ചേഞ്ച് ഉള്ളൂ. ഇതില് ഒരു മെറ്റാലിക് കോഫി കളർ എന്നൊക്കെ പറയാം. അത്രയും ലൈറ്റ് ആണ്, പക്ഷെ കോഫിയുടെ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ സ്കൈ ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡ്, അത്രയ്ക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇതിൽ സെന്ററിൽ ഓരോ കല്ലാണ് ഇരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 180. ക്ലിപ്പ് 130 രൂപയുടെ ക്ലിപ്പുകളാണ്. ഈ 2 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ഗ്രേയും ബ്ലൂവും കൂടി കലർന്ന ബീഡ്സ്, ഒരെണ്ണത്തില് ഓഫ് വൈറ്റ് കളർ ബീഡ്സ്, സെന്ററിൽ പീച്ച് കളറ്, ഇതില് സെന്ററിൽ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇതും ഫുൾ, ഇപ്പൊ ഞാൻ ഈ കാണിച്ച ക്ലിപ്പുകളെല്ലാം ഫുൾ മുടി കൊള്ളുന്ന ക്ലിപ്പുകളാണ് കേട്ടോ, വലിപ്പമുള്ള ക്ലിപ്പാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 130. അടുത്ത ക്ലിപ്പ് ഇതിൽ കളർ 2 കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഒരെണ്ണത്തിൽ വന്നിരിക്കുന്ന ഒരു ലെമൺ യെല്ലോ കളർ, ഒരെണ്ണത്തിൽ ഒരു പിങ്ക് ഷെയ്ഡ്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. ഈ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ക്ലിപ്പുകളല്ല, ഒരു വെറൈറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ക്ലിപ്പുകൾ കൊണ്ടുവന്നത്. ഇതിൽ ഓരോ ക്ലിപ്പിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 160 രൂപ.
നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും, മുമ്പ് ഞാൻ കാണിച്ചിരിക്കുന്ന കൊറിയൻ ക്ലിപ്പുകളാണ്. ഇതും ഫുൾ മുടി ഇടാൻ പറ്റുന്ന ക്ലിപ്പാണ്. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോതാ, ബാക്ക് സൈഡിലത്തെ ആ അടയ്ക്കുന്ന അടപ്പൊക്കെ ഇങ്ങനത്തെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പാണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യും, ഫുൾ മുടി കൊള്ളുന്ന ക്ലിപ്പുകളാണ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ക്ലിപ്പുകൾ. ഇതിന്റെ ഡിസൈനിൽ ഇത്രയും ഷെയ്ഡ്, പിന്നെ ഇതിന്റെ ഡിസൈനില് ഈ ഡിസൈനില് ഇതൊരു ഇങ്ങനെ പൂക്കെട്ട് കെട്ടിയോണം അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. ഇതില് ഈ 3 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ക്ലിപ്പും ഇതും കൊറിയൻ ക്ലിപ്പ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ക്ലിപ്പ് തന്നെയാണ്. ഇവിടെ ഇതും ഫുൾ മുടി ഇടുന്ന ക്ലിപ്പാണ്. ഇത് സെന്ററിൽ ഇതുപോലെ ഒരു ഫ്ലവർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 235. ഈ ക്ലിപ്പ് ഞാൻ നേരത്തെ കാണിച്ചപ്പോ 3 ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, 3 അല്ല. ഇത് വീണ്ടും ഈ 2 ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ഇതും കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്, ഫുൾ മുടി ഇടുന്ന ക്ലിപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇതും ഒരു കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. ഇതും ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ഇങ്ങനെ ഒരു 8 പോലെ ഇരിക്കും ഈ ക്ലിപ്പ്. ഇത് ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോ ക്ലിപ്പിന്റെ റേറ്റ് വരുന്നത് 220. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇത്രയ്ക്കും വീതിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പുകളാണ്, നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. ബാക്ക് സൈഡ് കണ്ടോ, കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. നമുക്ക് ഡെയിലി യൂസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പുകളാണ്. ഇതൊക്കെ നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. ഇതിന്റെ റേറ്റ് വരുന്നത് 150 രൂപ. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് ഒരു ഐവറി കളറാണ്. പിന്നത്തത് ഇത് പ്ലെയിൻ അല്ല കേട്ടോ, ഇതിലിങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതിലൊരു വേവി ഡിസൈൻ പോലെ ഇങ്ങനെ ഉണ്ട്. അതുപോലെ ഇത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു കോഫി ബ്രൗണിലും കണ്ടോ ഒരു വേവി ഡിസൈൻ ഉണ്ട് അതില്. പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂവും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. പിന്നത്തെ ഒരു ഷെയ്ഡ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കണ്ടോ. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് 180 രൂപ. കാണിക്കുന്നതും ഒരു കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്. 4 കട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത്, ഒന്നിന്റെ മേലെ ഒന്നോ ഒന്നിന്റെ മേലെ അങ്ങനെ അടക്കി ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ക്ലിപ്പുകള്. ഇതും കൊറിയൻ ക്ലിപ്പ് തന്നെയാണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യും ഈ ക്ലിപ്പ്. ഇനിയിപ്പോ സപ്പോസ് ഇതിന് ഒരു കട്ട അടർന്നു പോകുന്നു തന്നെ കരുതാം, നമുക്കൊരു ഇച്ചിരി സൂപ്പർ ഗ്ലൂ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ക്ലിപ്പുകളാണ് ഇത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 220. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത്, ഇതിന്റെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ മാല കാണിക്കുമ്പോ തന്നെ അതിന്റെ ഒരു തിളക്കം, അതിനൊരു തിളക്കുണ്ട്. അപ്പൊ ഇതും അതെ, കയ്യിൽ നിന്ന് താഴെ വീണാൽ ഈ കല്ലുകള് ഇത് പൊട്ടിപ്പോവും, അങ്ങനത്തെ മാലയാണ് കേട്ടോ. ഇതിൽ 2 ഷെയ്ഡാണ്. ഒന്നൊരു നല്ലൊരു റെഡിഷ് മെറൂൺ കളറും ഒരെണ്ണം ഒരു പീച്ച് ഷെയ്ഡും. നല്ല ഭംഗിയുള്ള ഷെയ്ഡിലുള്ള 2 മാലകളാണ്. ഇതൊക്കെ വലിയവർ ഉപയോഗിക്കുന്നതാണ്, ജോലിക്കാര് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാതെ സാരിക്ക് മാച്ചായിട്ടൊക്കെ ഇടുന്ന ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. ഇത് കുറച്ച് ഇറങ്ങി കിടക്കൂട്ടോ. ബ്ലൗസിന്റെ നെക്ക് വരെയല്ല, അതിനേക്കാൾ കൂടുതൽ ഇത് ഇറങ്ങി കിടക്കുന്ന മാലയാണ്. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഈ മാലയ്ക്ക് ആസ് ഇതിനൊരു തിളക്കമുണ്ട്. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത്, ഇതിന്റെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ മാല കാണിക്കുമ്പോ തന്നെ അതിന്റെ ഒരു തിളക്കം, അതിനൊരു തിളക്കുണ്ട്. അപ്പൊ ഇതും അതെ, കയ്യിൽ നിന്ന് താഴെ വീണാൽ ഈ കല്ലുകള് ഇത് പൊട്ടിപ്പോവും, അങ്ങനത്തെ മാലയാണ് കേട്ടോ. ഇതിൽ 2 ഷെയ്ഡാണ്. ഒന്നൊരു നല്ലൊരു റെഡിഷ് മെറൂൺ കളറും ഒരെണ്ണം ഒരു പീച്ച് ഷെയ്ഡും. നല്ല ഭംഗിയുള്ള ഷെയ്ഡിലുള്ള 2 മാലകളാണ്. ഇതൊക്കെ വലിയവർ ഉപയോഗിക്കുന്നതാണ്, ജോലിക്കാര് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാതെ സാരിക്ക് മാച്ചായിട്ടൊക്കെ ഇടുന്ന ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. ഇത് കുറച്ച് ഇറങ്ങി കിടക്കൂട്ടോ. ബ്ലൗസിന്റെ നെക്ക് വരെയല്ല, അതിനേക്കാൾ കൂടുതൽ ഇത് ഇറങ്ങി കിടക്കുന്ന മാലയാണ്. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഈ മാലയ്ക്ക് ആസ് ഇതിനൊരു തിളക്കമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചതാണ്, ചരടിൽ വന്നിരിക്കുന്ന ഒരു മാല. അപ്പോൾ ഇതില് ഈ സിൽവറില് ബ്ലാക്ക് മെറ്റൽ വന്നിരിക്കുന്നത്, അതുപോലെ ആന്റിക് കളറില് ബ്ലാക്ക് മെറ്റൽ വന്നിരിക്കുന്ന തരം പെൻഡന്റുകളായിരുന്നു കാണിച്ചത്. അപ്പൊ ഇതെന്റെ കയ്യിൽ നിന്ന് കുറെ കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് കഴുത്തിൽ കൂടെ കടക്കുന്നില്ല. എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ആ മാലയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു കെട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു കെട്ട് കാണുന്നില്ലേ, ആ കെട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കുക. അപ്പൊ നോക്കൂ, എത്ര നീളത്തില് വേണമെങ്കിലും, എത്ര നീളം വേണമെങ്കിലും, എന്തോരം വലിയ തലയായാലും നമുക്ക് ഇങ്ങനെ വലിച്ചു കണ്ടോ. ഇപ്പൊ ഈ മാലയുടെ നീളം കൂടിയത് കണ്ടോ. അങ്ങനെ നമുക്ക് മാലയുടെ നീളം കൂട്ടാൻ പറ്റും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. കാരണം
3-4 കസ്റ്റമേഴ്സ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഈ മാല കഴുത്തിൽ കൂടെ കടക്കുന്നില്ല എന്ന്. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ കെട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്നാല് ഇത് എത്ര ഇറക്കത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആദ്യം കാണിക്കുന്നത് ഇതുപോലെയാണ്, സിൽവറിൽ ബ്ലാക്ക് മെറ്റൽ വന്നിരിക്കുന്നതാണ്. പിന്നെ സിൽവറിലുള്ള വേറൊരു പെൻഡന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സൺഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇനി കാണിക്കുന്നതൊക്കെ ആന്റിക്കിൽ വന്നിരിക്കുന്നതാ. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു പെൻഡന്റ്. അതുപോലെ ഇത് വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു സൺഫ്ലവർ ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരെണ്ണം ഇതുപോലെ. അപ്പൊ ഇത്രയും ഇങ്ങനത്തെ 4 ഡിസൈനിലാണ് ആന്റിക്കില് ബ്ലാക്ക് മെറ്റൽ വന്നിരിക്കുന്ന പെൻഡന്റ് വന്നിരിക്കുന്നത്. പിന്നെ 2 ഡിസൈനിലാണ് ഈ സിൽവറിൽ ബ്ലാക്ക് മെറ്റൽ വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോ ഇങ്ങനത്തെ മാല ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, അതുകൊണ്ടാണ് ഈ മാല കൊണ്ടുവന്നത്. ഓരോ മാലയുടെയും റേറ്റ് വരുന്നത് 90 രൂപ. ഈ മാല ഇത് ഞാൻ മുമ്പ് ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് കാണിക്കുന്ന ഒരു മാലയാണ്, കല്ലിന്റെ മാലകള്. ഈ മാല നമ്മളുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണാൽ ഇത് പൊട്ടും, ഈ കല്ലുകൾ പൊട്ടിപ്പോവും, കാരണം ഇതൊക്കെ ഒറിജിനൽ സ്റ്റോണുകളാണ്. അപ്പം ഇതില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചപ്പോ ഇതില് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചപ്പോ അതിന്റെ ഡിഫറൻസ് പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും കാണിക്കണേ. ഇതിലത്തെ കല്ലുകൾ എന്ന് പറയുന്നത് സെന്ററില് കുറച്ച് വലിപ്പമുള്ള ഒരു ബോൾ ഉണ്ട്. അപ്പോ ഇതിന്റെ കളർ വരുന്നത് ബ്ലൂ അല്ല ബ്ലാക്കും അല്ല, അങ്ങനത്തെയാണ് ഇതിലേക്ക് വരുന്ന ഓരോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബീഡ്. പിന്നെ ഇത് 3 മാലയും കൂടി ഒരുമിച്ച് പിടിക്കുമ്പോൾ എല്ലാത്തിലും ഒരേ കളറാന്ന് തോന്നും, അല്ല. ഇതില് കണ്ടോ, ഇതിന്റെ ബീഡ് എന്ന് പറയുന്നത് ഒരു കോഫിയുടെ ലൈറ്റ് ഷെയ്ഡാണ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്നത്. ലൈറ്റും ഡാർക്കും ഷെയ്ഡുകളാണ് ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ബോൾ. അനി അടുത്ത മാലയുടെ ഇടയിൽ വന്നിരിക്കുന്ന ബോൾ എന്ന് പറയുന്നത് കണ്ടോ, ഒരു ഓറഞ്ചിന്റെ ഷെയ്ഡും ബ്രൗണിന്റെ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത കളറാണ്. ഇനിത്തേല് വരുന്നത് വീണ്ടും ഒരു കോഫിയുടെ ഷെയ്ഡും ഒരു ഗ്രേ, ചില സ്ഥലങ്ങളിൽ ഒരു ഗ്രേയും ഉണ്ട്. ഇതിങ്ങനെ പല പല കളറ് കല്ലിനെ ചെത്തിമിനിക്ക് കൊണ്ടുവരുന്നത് ആയതുകൊണ്ടാണ്. അപ്പോ ഇത്തരം ഷെയ്ഡുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓരോ മാലയുടെയും റേറ്റ് വന്നിരിക്കുന്നത് 450. ഇത് കൊച്ചു കുട്ടികൾക്കുള്ള മാലയല്ല. പല കസ്റ്റമേഴ്സും വിളിച്ചു ചോദിച്ചു കുട്ടികൾക്ക് ഇട്ടുകൊടുത്ത്, അല്ല, കൊച്ചു കുട്ടികൾക്കുള്ള മാലയല്ല. ഒന്നില്ലെങ്കിൽ ഇത് യൂത്ത് കുട്ടികൾ, അതല്ലെങ്കിൽ ലേഡീസിന് ഉപയോഗിക്കുന്ന സാരിയുടെ കൂടെ ചുരിദാറിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മാലയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഈ മാല എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡും, കണ്ടോ, ഒരു ഗോൾഡൻ കളറാണ്. ഇതിങ്ങനെ നിൽക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഗോൾഡൻ കളറാണ്. ഇതിന്റെ ഉള്ളില് ഓരോ മുത്താണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. ഇതിപ്പോ താഴെ വീണ പൊട്ടുന്നതൊന്നുമല്ല. 200 രൂപ കേട്ടോ, 280 അല്ല. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ. ഇന്ന് ഈ കാണിച്ച ഫാൻസി ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.